നമസ്കാരം. അമേരിക്കൻ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ഇന്ത്യക്കാർക്ക് വരാനിരിക്കുന്നത് നിർണായകമായ ഒരു കാലയളവാണ്. 2026 ടാക്സ് ഫയലിംഗ് സീസൺ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വെറുമൊരു നികുതി അടയ്ക്കൽ എന്നതിനപ്പുറം വലിയൊരു സാമ്പത്തിക ക്രമീകരണത്തിനാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. ഏപ്രിൽ 15 എന്ന അവസാന തീയതിക്ക് മുൻപ് റിട്ടേണുകൾ സമർപ്പിക്കേണ്ടതുണ്ടെങ്കിലും ഇത്തവണത്തെ നിയമങ്ങൾ അത്ര ലളിതമല്ല. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന പുതിയ നികുതി നിയമം നിങ്ങളുടെ ഓവർടൈം ശമ്പളത്തെയും ടിപ്പുകളെയും എങ്ങനെ ബാധിക്കുമെന്നത് പലർക്കും ഇപ്പോഴും അവ്യക്തമാണ്. വിസ സ്റ്റാറ്റസിലെ മാറ്റങ്ങളും ഡിജിറ്റൽ പേയ്മെന്റുകൾ വഴിയുള്ള വരുമാനവും റിപ്പോർട്ട് ചെയ്യുന്നതിൽ വരുത്തുന്ന ചെറിയൊരു അശ്രദ്ധ പോലും വലിയ പിഴകളിലേക്കോ നടപടികളിലേക്കോ ഒക്കെ എത്തിച്ചേക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടുന്ന വരുമാനം സുരക്ഷിതമാക്കാൻ ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞേ തീരൂ. അമേരിക്കയിലെ ഇന്ത്യക്കാരടക്കമുള്ള നികുതിദായകർ ശ്രദ്ധിക്കേണ്ട 2026 നികുതി സീസൺ അടുക്കുകയാണ്. അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരടക്കം 2026 ഏപ്രിൽ 15 വ്യക്തിഗത ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ട്. നികുതി നിയമത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് പിഴകൾ ഒഴിവാക്കാനും ആനുകൂല്യങ്ങൾ നേടാനും നിങ്ങളെ സഹായിക്കും. 2025 നികുതി വർഷത്തേക്കുള്ള റിട്ടേൺ 2026 ഏപ്രിൽ 15 സമർപ്പിക്കണം. ഇത് ജനുവരി 1 മുതൽ 2025 ഡിസംബർ 30 വരെയുള്ള വരുമാനത്തെ കുറിച്ചുള്ളതാണ്. കൂടുതൽ സമയം വേണമെങ്കിൽ ഏപ്രിൽ 15 ഒരു എക്സ്റ്റൻഷൻ ചോദിക്കാവുന്നതാണ്. ഇത് സാധാരണയായി 2026 ഒക്ടോബർ 15 വരെ സമയം നൽകും. എന്നാൽ അടയ്ക്കേണ്ട നികുതി ഏപ്രിൽ 15 അടച്ചില്ലെങ്കിൽ പലിശയും പിഴയും പിന്നാലെ വരും. യാത്ര, ജോലിമാറ്റം, വിസ കാര്യങ്ങൾ എന്നിവ കാരണം തിരക്കുള്ളവർക്ക് ഇത് വളരെ പ്രധാനമാണ്. ഇന്റേണൽ റവന്യൂ സർവീസസ് സാധാരണയായി ജനുവരി അവസാനത്തോടെ റിട്ടേണുകൾ സ്വീകരിച്ചു തുടങ്ങും. കൃത്യമായി തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജനുവരി അവസാനത്തോടെ രേഖകൾ തയ്യാറാക്കുന്നത് നല്ലതാണ്. തൊഴിലുടമകളും ധനകാര്യ സ്ഥാപനങ്ങളും W2 1099 ഫോമുകൾ ജനുവരി 31 നൽകണം. H1B, L1 പോലുള്ള വിസയിലുള്ളവർ അവരുടെ W2 ഫോമിൽ ശമ്പളം, പിടിച്ചെടുത്ത നികുതി, സംസ്ഥാന വിവരങ്ങൾ എന്നിവ ശരിയാണോ എന്ന് പരിശോധിക്കണം. പ്രത്യേകിച്ച് ജോലി മാറ്റം, മറ്റൊരു സംസ്ഥാനത്ത് ജോലി അല്ലെങ്കിൽ വിദേശത്ത് താമസിച്ച കാലയളവ് എന്നിവ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രത്യേക എസ്റ്റിമേറ്റഡ് ടാക്സ് ഷെഡ്യൂൾ ഉണ്ട്. 2025 നികുതി വർഷത്തേക്ക് 2026 ജനുവരി 15 അവസാന എസ്റ്റിമേറ്റഡ് ടാക്സ് പേയ്മെന്റ് തീയതി. പല ഇന്ത്യക്കാരും ചെറിയ ബിസിനസ്സുകളിൽ നിന്നും കൺസൾട്ടൻസി സർവീസിൽ നിന്നുമെല്ലാം അധിക വരുമാനം നേടുന്നുണ്ട്. അണ്ടർ പേയ്മെന്റ് പിഴകൾ ഒഴിവാക്കാൻ എസ്റ്റിമേറ്റഡ് ടാക്സ് പേയ്മെന്റുകൾക്ക് പദ്ധതിയിടുന്നത് നന്നായിരിക്കും. ബിസിനസ് വരുമാനത്തിന്റെയും ചെലവുകളുടെയും രേഖകൾ സൂക്ഷിക്കുന്നത് ഫയലിംഗ് എളുപ്പമാക്കാനും നികുതി കുറയ്ക്കാനും സഹായിക്കും. 2026 ഫയലിംഗ് സീസണിൽ ഒരു പ്രധാന മാറ്റം 2025 പാസാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന പുതിയ നികുതി നിയമമാണ്. ഇത് പല തൊഴിലാളികളെയും കുടുംബങ്ങളെയും ബാധിക്കും. ഈ നിയമം ടിപ്പുകളുടെയും ഓവർടൈം ശമ്പളത്തിന്റെയും നികുതി രീതി മാറ്റുന്നതാണ്. ഇത് ഹോസ്പിറ്റാലിറ്റി, റെസ്റ്റോറന്റ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ ബാധിക്കുമെന്ന് ചുരുക്കം. ഈ നിയമം മുതിർന്ന പൗരന്മാർക്കുള്ള ചില കിഴിവുകളും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് US നികുതി നിവാസികളായ ഇന്ത്യൻ വംശജരായ വിരമിച്ചവർക്കോ അവരുടെ മാതാപിതാക്കൾക്കോ പ്രയോജനകരമാകും. ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ വഴി ലഭിക്കുന്ന വരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കണം. ബിസിനസ് ആവശ്യങ്ങൾക്കായി ഈ പ്ലാറ്റ്ഫോമുകൾ വഴി പണം സ്വീകരിക്കുന്നവർക്ക് ചില പരിധിക്ക് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ 1099K ഫോം ലഭിക്കാം. ഇത് ഹോം കാറ്ററിംഗ്, ട്യൂഷൻ ക്ലാസുകൾ, ഓൺലൈൻ സ്റ്റോറുകൾ, ഫ്രീലാൻസ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ചെയ്യുന്നവർക്ക് വളരെ പ്രസക്തമാണ്. 1099K ലഭിച്ചെങ്കിലും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം നികുതി വിധേയമാണ്. അത് റിട്ടേണിൽ റിപ്പോർട്ട് ചെയ്യണം. വളരെ വേഗത്തിൽ ഇത് ചെയ്തു തീർക്കാനായി ഇന്റേണൽ റവന്യൂ സർവീസസ് ഇലക്ട്രോണിക് ഫയലിംഗും ഡയറക്ട് ഡെപ്പോസിറ്റുമാണ് ശുപാർശ ചെയ്യുന്നത്. സാധാരണയായി ഇലക്ട്രോണിക്കായി ഫയൽ ചെയ്യുന്ന റിട്ടേണുകൾക്ക് 21 ദിവസത്തിനുള്ളിൽ റീഫണ്ട് ലഭിക്കും. പേപ്പർ റിട്ടേണുകൾക്ക് കൂടുതൽ സമയമെടുക്കും. വർക്ക് വിസയിലുള്ളവർക്കും സമീപകാലത്ത് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് മാറ്റിയവർക്കും വേഗത്തിലുള്ള റീഫണ്ടുകൾ, വിസ ഫീസ്, യാത്ര, ട്യൂഷൻ അല്ലെങ്കിൽ കുടുംബസഹായം എന്നിവയ്ക്ക് ആവശ്യമായി വന്നേക്കാം. IRS പ്രോഗ്രാം വഴി വരുമാന പരിധിയിൽ താഴെയുള്ളവർക്ക് സൗജന്യമായി ഫയൽ ചെയ്യാം. US നികുതി നിബന്ധനകൾ ഓരോ വർഷവും സങ്കീർണമായിക്കൊണ്ടിരിക്കെ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ് പ്രവാസികൾക്ക് ഏക ആശ്വാസം. നികുതി എന്നത് വെറും നിയമപരമായ ബാധ്യതയല്ല, മറിച്ച് നിങ്ങളുടെ അമേരിക്കൻ ജീവിതത്തിലെ സാമ്പത്തിക അച്ചടക്കത്തിന്റെയും ഇമിഗ്രേഷൻ സുരക്ഷയുടെയും ഭാഗം കൂടിയാണ്. ജാഗ്രതയോടെയുള്ള ഫയലിംഗ് വരും വർഷത്തെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും.